200 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ മകൾ ഒരു ദിവസം ഉപ്പയും ഉമ്മയും രാത്രി വയല് എന്ന് വെച്ചാൽ മതപ്രഭാഷണം പള്ളികളിൽ നിന്നും പണ്ട് കാലങ്ങളിൽ രാത്രിയാണ് ഉണ്ടായിരുന്നത്. അതായത് 10 മണിക്ക് ശേഷമൊക്കെയാണ് പള്ളികളിൽ നടന്നിരുന്നത് വയല്. അങ്ങനെ അത് കേൾക്കാൻ വേണ്ടി ഉപ്പയും ഉമ്മയും പോകുമ്പോൾ മകളെയും വിളിച്ചു. 13 വയസ്സുള്ള മകളെയും വിളിച്ചു. അപ്പോൾ മകൾ പറഞ്ഞു, "വേണ്ട ഉമ്മ, ഞാൻ ഉറങ്ങുകയാണ്, നിങ്ങൾ പോയിക്കോളൂ" എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി അവിടെ വാതിലൊക്കെ അടച്ചു ഉറങ്ങുകയും ഉപ്പയും ഉമ്മയും വയല് കേൾക്കാൻ പോവുകയും ചെയ്തു. അങ്ങനെ പാതിരാത്രിയായപ്പോൾ പെൺകുട്ടിക്ക് വളരെ ദാഹിക്കുകയും കുട്ടി വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഉമ്മയും ഉപ്പയും പള്ളിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പണ്ടൊക്കെ വയല് 10 മണിക്ക് തുടങ്ങിയാൽ 2 മണി 2:30 മണിയൊക്കെ ആവുമ്പോഴാണ് അത് കഴിയുകയും അവർ തിരിച്ച് വരികയും ചെയ്യുക. അങ്ങനെ കുട്ടി വെള്ളം കുടിക്കാൻ പോയപ്പോൾ അടുക്കളയുടെ മൂലയിൽ ഒരു ചെറിയ ഹോൾസ് ഉണ്ടായിരുന്നു. ആ ഹോൾസിലൂടെ ഒരു പാമ്പ് വന്നു. പക്ഷേ അത് പാമ്പല്ലായിരുന്നു. ആ പാമ്പ് പെട്ടെന്ന് തന്നെ ഒരു പുരുഷന്റെ രൂപത്തിൽ അവിടെ നിന്നു. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, "നിന്നെ എനിക്കിഷ്ടമാണെന്നും നീ ഒരിക്കലും മനുഷ്യരെ വിവാഹം ചെയ്യാൻ പാടില്ലെന്നും" ഈ 2 വാക്കുകൾ പറഞ്ഞു. അതുപോലെ എന്നെ കണ്ടത് ഒരാളോടും നീ പറയാൻ പാടില്ല എന്നും പറഞ്ഞു. അങ്ങനെ കുട്ടി ആകെ ബേജാറിലായി, വിഷമത്തിലായി. അങ്ങനെയൊക്കെ പറഞ്ഞ ആ രൂപം ആ ഹോൾസിലൂടെ തന്നെ പാമ്പായി പുറത്തേക്ക് പോയി. കുട്ടി ആകെ ബേജാറിലായി, വിഷമത്തിലായി. കുട്ടി